ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും, ഷുഗർ കട്ട് ചെയ്യും, ഡയറ്റ് എടുക്കും, നല്ല ഗുഡ് ഹാബിറ്റ്സിൽ സ്റ്റിക്ക് ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും, ജേർണലിങ് ചെയ്യാൻ തുടങ്ങും എന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യും, ആ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താണെന്നറിയില്ല, നമ്മൾ തന്നെ അറിയാതെ എന്ത് ചെയ്യും, നമ്മളത് ഗിവ് അപ്പ് ചെയ്യും. ഓരോരോ കാരണങ്ങൾ വന്നാണ്ട് എന്ത് ചെയ്യും, അത് നിന്ന് പോകും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ ലൈഫിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്ന എല്ലാവരും ഭയങ്കര വിൽ പവർ ഉള്ള ആൾക്കാരാണ്, ഓൽക്കൊക്കെ ജനറ്റിക്കലി ഭയങ്കര ഡിസിപ്ലിൻ ഉണ്ട്, ഓരെന്തോ ദേ ആർ ബോൺ ഡിഫറെൻ്റ് എന്ന് പറയില്ലേ, അങ്ങനെയാണ് നമ്മളെ ചിന്ത. നമ്മളെ കൊണ്ട് ഒന്നും കഴിയില്ല എന്നുള്ള രീതിയിൽ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി ദ കേസ്. ഡിസിപ്ലിൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതുപോലെ കൺസിസ്റ്റൻസി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതിന് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി വിൽ പവർ. ഈ വിൽ പവറിന് ഒരു പ്രത്യേകത ഉണ്ട്. വിൽ പവർ എന്ന് പറഞ്ഞാൽ തീരുന്ന റിസോഴ്സാണ്. അത് അൺലിമിറ്റഡ് അല്ല, അത് ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മളെ വിൽ പവർ ഓരോ കാര്യത്തിലും ഉപയോഗിക്കുമ്പോൾ അത് തീരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ വിൽ പവർ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വിൽ പവർ ആവശ്യമായ കാര്യങ്ങൾ ഏതെങ്കിലും വരുമ്പോൾ അതിലുപയോഗിക്കാൻ വിൽ പവർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വലിയ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്ന ആൾക്കാർ, നല്ല ഹാബിറ്റിലൊക്കെ കൂടുതൽ കാലം സ്റ്റിക്ക് ചെയ്യുന്ന ആൾക്കാർ എൻറ്റയർലി വിൽ പവറിൻ്റെ ബേസിലല്ല നിൽക്കുന്നത്. പക്ഷേ ആ വിൽ പവർ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒഴിവാക്കിയാണ് ഓരെന്ത് ചെയ്യണത്, അങ്ങനെയുള്ള ഹാബിറ്റിലൊക്കെ സ്റ്റിക്ക് ചെയ്യണത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കൺട്രോളും ഇല്ലാതെ ബിസ്ക്കറ്റ്സും അല്ലെങ്കിൽ കേക്ക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വീട്ടിലുള്ള അടുക്കളയിൽ കൊടുന്ന് നോക്കുന്ന സാധനങ്ങളൊക്കെ ഒരു കൺട്രോളും ഇല്ലാതെ കഴിക്കുന്ന ആളാണ് വിചാരിച്ചോ. മധുരമുള്ള ഐറ്റംസ്, ബേക്കറീസ്, ബിസ്ക്കറ്റ്സ് എന്തായിക്കോട്ടെ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത്, നിങ്ങളിങ്ങനെ പിടിച്ച് വെച്ചാണ്ട് നിങ്ങൾ കഴിക്കാതൊക്കെയല്ല. അതേസമയം ആ ബിസ്ക്കറ്റ്സും അല്ലെങ്കിൽ ആ സ്വീറ്റ്സും നിങ്ങൾ കാണുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ വെക്കരുത് എന്നുള്ളതാണ്. ആ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ കാണുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് എടുക്കാൻ വേണ്ടി ക്രേവ് ചെയ്യും. സോ ആ ഒരു സംഭവം അവിടെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ വിൽ പവർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തൊരു ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിലും അവിടെ വിൽ പവർ ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് തടഞ്ഞു നിർത്തിനേക്കാട്ടും സുഖം എന്താണ്, അവിടെ വിൽ പവർ ഉപയോഗിക്കേണ്ടി വരാത്തൊരവസ്ഥ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ടേക്ക് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളതാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യണമല്ലായിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പല ആൾക്കാരും ഓരോ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ജിമ്മിൽ പോകാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു ഡയറ്റ് എടുക്കാൻ തുടങ്ങുകയാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റീഡിങ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണം, മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ എന്തുണ്ടെങ്കിലും അത് നിന്ന് കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷനെയോ അല്ലെങ്കിൽ പല ആൾക്കാരെയോ ബ്ലെയിം ചെയ്യുന്നൊരു സ്വഭാവം. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ നല്ലതാണോ ചീത്തതാണോ ചെയ്തതെന്നല്ല, നിങ്ങളെ കുറ്റക്കാരനോ നല്ല ആളോ അങ്ങനെ ആക്കണ്ട. അതേസമയം എന്ത് ചെയ്യാം, ആ ഒരു സംഭവം ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു. അൾട്ടിമേറ്റ് കൺട്രോൾ ആരുടെ കയ്യിലാണ്? ഡെഫിനറ്റ്ലി അള്ളാൻ്റെ കയ്യിലാണ്, പഠിച്ചവൻ്റെ കയ്യിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അൾട്ടിമേറ്റ് കൺട്രോൾ മൂപ്പരെടുത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത്, ഇഫ് അള്ളാഹ് വിൽസ്, നമ്മളെ കയ്യിലാണല്ലോ കൺട്രോൾ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യേണ്ടെന്നുള്ളതും. അപ്പോൾ അതിന് റെസ്പോൺസിബിലിറ്റി എടുക്കുക. എന്ത്, ഈ ജിമ്മ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരുന്നതിന് ടോട്ടൽ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കുന്നുണ്ട്. അതിന് കാരണം ഞാൻ തന്നെയാണ്. ഞാൻ വിചാരിക്കുകയാണെങ്കിൽ എനിക്കത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നെങ്കിൽ വർക്ക് പ്രഷർ എനിക്കൊരു വിഷയമല്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വിഷയമല്ലായിരുന്നു, എനിക്ക് ആ റീഡിങ് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു, എനിക്ക് ആ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു, എനിക്ക് ആ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അക്നോളജ് ചെയ്യുക. എന്നൊരു ടോട്ടൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ എടുക്കുക. വേറെയുള്ള ആൾക്കാരെ മേത്തോ വേറെ ഏതെങ്കിലും സന്ദർഭത്തിലോ എന്ത് ചെയ്യുക, ബ്ലെയിം ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ്, അതായത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, ഡിഫൈൻ യുവർ വൈ. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഈ വൈ എന്നുള്ള സംഭവം. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 വൈ എങ്കിലും നിങ്ങൾ ഡിഫൈൻ ചെയ്യണം എന്നാണ് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, വൈ ആർ യു ക്രിയേറ്റിംഗ് കണ്ടൻറ്റ് എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയും, ഞാൻ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ എനിക്ക് നല്ല ലോയലായിട്ടുള്ള ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ അത്യാവശ്യം അവർക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു ചോദിച്ചു, വൈ, എന്തിനും? അപ്പോൾ ഞാൻ പറയാണ്, അങ്ങനെ നല്ലൊരു ഓഡിയൻസിനെ എനിക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ലോയൽ ഓഡിയൻസിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, അവർക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മലയാളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു പോഡ്കാസ്റ്റ് ഭാവിയിൽ നല്ല അടിപൊളി ആൾക്കാരൊപ്പം ഇൻ്റർവ്യൂ ഒക്കെ ആയിട്ട് പോഡ്കാസ്റ്റ് ആയിട്ട് എനിക്ക് ആൾക്കാരെ മുമ്പിൽ എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ സംഭവമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യും. വൺ ഓഫ് ദ ബെസ്റ്റ് ചാനലായി എൻ്റെ ചാനൽ മാറും. വൈ, എന്തിനാ ചെയ്യേണ്ട ആവശ്യം? ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഏണിങ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വൈ, ഏണിങ് ഉണ്ടാക്കിയിട്ട് എന്തിനാണ്? സോ എനിക്ക് നല്ലൊരു ഏണിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പാരൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും.
വൈ എൻ്റെ പാരൻസിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്ക് സ്വന്തം ജീവിച്ചൂടെ? ബിക്കോസ് എൻ്റെ പാരൻസ് ഡെയിലി നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സംഭവങ്ങൾ കാണാത്തതുണ്ട് ഈ ലോകത്ത്. അപ്പോൾ ഓരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഞാൻ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർക്ക് ഓരോ പ്രഷർ അല്ലെങ്കിൽ ഓരോ ഇത്രയും കഷ്ടപ്പെടേണ്ട അളവ് ഓർക്ക് കുറക്കാൻ പറ്റും. വൈ അങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു റോൾ മോഡൽ ആവാൻ പറ്റും, നല്ലൊരു മകനാവാൻ പറ്റും, എൻ്റെ ബ്രദേഴ്സിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും, അതുപോലെ ഇനി വരുന്ന യങ്ങർ ജനറേഷനെയും ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ട ഞാൻ ഡിഫൈൻ ചെയ്തത് ഇത് ജസ്റ്റ് ഇങ്ങനെ ബബ്ബ അടിച്ചിക്കല്ല. നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഒരു കാര്യം ചോദിച്ചു, എന്തിനും ഞാൻ ക്ലിയർ ആണ്, എൻ്റെ പർപ്പസ് എനിക്ക് ക്ലിയർ ആണ്. ഇതുപോലെ നിങ്ങൾ എന്തൊരു കാര്യം എടുക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി നോക്കുക നിങ്ങൾക്ക് ഇത്രയും സ്ട്രോങ് വൈ ഉണ്ടോ എന്നുള്ളത്. മോസ്റ്റ് ഓഫ് ദ കേസ് ആരും ഇങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. സാധാ ഒരാൾ നമ്മളോട് പറയാണ് അവർക്ക് നേരത്തെ എണീക്കണം, രാവിലെ 5 മണിക്കൊക്കെ എണീക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വൈ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ മറുപടി ചിലപ്പോൾ എങ്ങനെ ആയിരിക്കും? നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടൈം കിട്ടല്ലോ, കുറേ നേരം വർക്ക് എടുക്കാമല്ലോ എന്നുള്ളത്. വൈ എന്ന് ചോദിച്ചു. അപ്പോൾ ചിലപ്പോൾ പറയും ഈ യൂട്യൂബിലും അതുപോലെ വലിയ വലിയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നേരത്തെ എണീക്കണം എന്ന്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എണീക്കുക എന്നുള്ളത് പറയും. പിന്നെ ഞാൻ ചോദിച്ചു വൈ, അതുപോലെ പറയും പിന്നെ ഒരു ആൻസർ ഇല്ല. ഇങ്ങനെയല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കുള്ള പർപ്പസ് ഡിഫൈൻ ചെയ്യാൻ വയ്ക്കണം. നമ്മുടെ ബ്രെയിനൊരു സ്വഭാവമുണ്ട്, അതിനാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം റീറ്റെയിൻ ചെയ്തിട്ട് മാക്സിമം വേണ്ടാത്തൊക്കെ ഒഴിവാക്കുക എന്നുള്ളൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ആ ഒരു വൈ നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോർമലി ആ ഹാബിറ്റും ബ്രെയിനിന് ഇമ്പോർട്ടൻ്റ് ആയി തോന്നില്ല. ബട്ട് ഇഫ് യു ഹാവ് എ സീരിയസ് വൈ, നല്ലൊരു ഇമോഷൻ അതിലുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസിപ്ലിനും മോട്ടിവേഷനൊക്കെ ഓട്ടോമാറ്റിക് അതിൻ്റെ ഒപ്പം വരും. നമ്മൾ ആ ഹാബിറ്റ് ഓട്ടോമാറ്റിക്കലി ചെയ്യും. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ലൈഫിൽ ഇപ്പോൾ ഈ 2 മാസമായിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളും ഇവൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈവൻ ദോ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഐ തിങ്ക് ഒരു 2-3 കണ്ടന്റ് മാത്രമേ ഞാൻ വിട്ടുപോയിട്ടുള്ളൂ. 2-3 ദിവസം മാത്രമേ കണ്ടന്റ് ഇടാൻ ഞാൻ വിട്ടുപോയിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണേ. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെ വന്നത്? യെസ്, ഡിഫൈനിങ് ദ വൈ. നിങ്ങൾ ഈ വീഡിയോൻ്റെ അവസാനം വരെ നിന്നതിന് ഒരു ബോണസ് ആയിട്ട് നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സംഭവം ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു പണ്ട് CA എക്സാംസ് പഠിക്കുന്ന സമയത്ത്. ഇനി എൻ്റെ ലൈഫ് ഒന്നുകൂടി ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനിയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ. അപ്പോൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒരു പെന്നും പേപ്പറും എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ആയിട്ടൊരു സംഭവം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സംഭവം എടുക്കുക. എന്നിട്ട് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. എവറിത്തിങ് ഇൻ ഡാം ഡീറ്റെയിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ സംഭവം വിഷ്വലൈസ് ചെയ്യുക. ഇനി രണ്ടാമത്തത്, ഈ സംഭവം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചെയ്താൽ എന്നിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, ഒക്കെ ഒപ്പം ചെയ്യാനല്ല ഞാൻ പറയണത്. വെയിറ്റ് സംഭവം പറഞ്ഞുതരാം. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തിങ്, അതുപോലെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് തിങ് ഇങ്ങനെ ചെയ്യാം. ഒരു ഡയറിയോ ഒരു പേപ്പറോ ഒരു നോട്ട് ബുക്കോ ഇതിനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് എഴുതുക, പേപ്പറിൽ എഴുതുക, പക്കായിട്ട് എഴുതുക. ഞാൻ ഈ സംഭവം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇന്ന കാര്യങ്ങൾ നടക്കും, ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ബെനിഫിറ്റ് ഉണ്ടാവും, ഇങ്ങനെ കാര്യങ്ങൾ രാവിലെ എഴുതുക. അതുപോലെ കിടക്കുന്നതിന് മുമ്പ് എഴുതുക. ഞാൻ എൻ്റെ ഒരു കേസ് തന്നെ ആയിട്ട് പറഞ്ഞുതരാം, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലെവൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഒരു ഏകദേശം ഞാൻ എൻ്റെ കണ്ടന്റ് ക്രിയേഷനിലും അതുപോലെ ഫിറ്റ്നസ് ഏരിയയിലും കൺസിസ്റ്റൻ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആവാൻ പോകുന്നത് പറഞ്ഞുതരാം. ഇഫ് ഐ എം നോട്ട് കൺസിസ്റ്റൻറ്റ് ഇൻ ഫിറ്റ്നസ് ആൻഡ് കണ്ടന്റ് ക്രിയേഷൻ, ഡെഫിനറ്റ്ലി എൻ്റെ ഗ്രോത്ത് കുറഞ്ഞു വരും, സബ്സ്ക്രൈബേഴ്സ് സ്റ്റക്ക് ആവും, വ്യൂസ് ഉണ്ടാവില്ല, ഞാനൊന്നും ഏൺ ചെയ്യൂല, പൈസ ഇല്ലാതെ. ബോഡി ആണെങ്കിൽ അതും നഷ്ടപ്പെട്ടു, ഷേപ്പ് പോയി, പൈസ ഇല്ല, നല്ല ബോഡി ഇല്ല, കാണാനൊരു ലുക്കില്ല, ഫാമിലിക്ക് ഒരു ബേർഡൻ ആവും. വെറുതെ തിന്നാൻ തരിക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ പാരൻസിൻ്റെ സൈഡിൽ നിന്ന്. ബാക്കിയുള്ളവർക്ക് ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആയിരിക്കും. എൻ്റെ കുടുംബക്കാരെല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങും, എൻ്റെ ഫ്രണ്ട്സിനെ കളിയാക്കും. എനിക്ക് സൊസൈറ്റിയിൽ എവിടെയും നല്ലൊരു വില ഉണ്ടാവില്ല, എനിക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. ഐ വിൽ ബി എ വർത്ത്ലെസ് പീസ് ഓഫ് ഷിറ്റ്. ഇവൻച്വലി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഐ വിൽ ഹാവ് ടു സൂയിസൈഡ്. ബട്ട് ഇഫ് ഐ സ്റ്റിക്ക് വിത്ത് ഇറ്റ്, ഇഫ് ഐ ആം കൺസിസ്റ്റൻറ്റ് ഇൻ യൂട്യൂബ് ആൻഡ് ഫിറ്റ്നസ്, ഗസ് വാട്ട്, എൻ്റെ ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങും, എൻ്റെ ഏർണിങ്സ് കൂടാൻ തുടങ്ങും, എൻ്റെ വാച്ച് അവർ കൂടാൻ തുടങ്ങും, എൻ്റെ ബോഡി അടിപൊളിയാകാൻ തുടങ്ങും, എനിക്ക് കൂടുതൽ എക്സ്പെർട്ടൈസ് ഉണ്ടാവും, കൂടുതൽ വലിയ ഓഡിയൻസ് ഉണ്ടാവും, വൺ ഓഫ് ദ ബെസ്റ്റ് യൂട്യൂബ് ചാനലായി മാറും, പ്ലേ ബട്ടൺ കിട്ടും, ആൾക്കാരുടെ ഇടയിൽ സ്റ്റാറ്റസ് കൂടും, ഫ്രണ്ട് സർക്കിൾ ഇമ്പ്രൂവ് ആവും, ലൈഫ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും, എൻ്റെ പാരൻസിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും.
ഇതുവരെ ആരും എൻ്റെ പാരൻസോ അല്ലെങ്കിൽ എൻ്റെ ബ്രദേഴ്സോ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത സംഭവങ്ങൾ, ഓൺലി റിച്ച് പീപ്പിളിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ, ആക്സസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ആക്സസിബിൾ ആവും. പല രാജ്യങ്ങൾ കാണാൻ പറ്റും, പല കാറുകൾ വാങ്ങാൻ പറ്റും, പല എക്സ്പീരിയൻസുകൾ അനുഭവിക്കാൻ പറ്റും, ഒരുപാട് മണി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ വലിയ എന്തെങ്കിലും ഡിസീസ് വന്നു കഴിഞ്ഞാൽ ആരുടെ മുമ്പിലും കൈ നീട്ടാതെ അതിനെ നേരിടാൻ പറ്റും, അതിന് ചികിത്സിക്കാൻ പറ്റും. ആൻഡ് ഫൈനലി ഐ വിൽ ബി എ ഗ്രേറ്റ് റോൾ മോഡൽ ആൻഡ് ഐ വിൽ ബി എൻ ഇൻസ്പിറേഷൻ ഫോർ അതേഴ്സ്. ഈ ലൈറ്റിങ്ങിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, കാരണം സൂര്യൻ ചിലപ്പോൾ വരുന്നുണ്ടാവും, ചിലപ്പോൾ പോവും. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.